അപ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനകളും ഈ മെസ്സി വരുന്നതും കേരളത്തിൽ വന്ന് ഒരു ഇതിൻ്റെ ഭാഗമാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടേണ്ടുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പോലുമുള്ള പരിശോധനകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിവാദത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കങ്ങളിൽ പെടുന്ന ഒന്ന്. അതൊക്കെ തന്നെയാണ് ആ ഫയലുകളിലെ ഏറ്റവും വലിയ അവ്യക്തതയായി നിൽക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഒരു സ്പോൺസറെ തീരുമാനിക്കുന്നത്, ആ സ്പോൺസറെ തീരുമാനിക്കുന്നതിനെടുത്ത മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ആ സ്പോൺസറെ തീരുമാനിക്കുന്നതിന് മുമ്പ് മറ്റാരെങ്കിലും സ്പോൺസർ ചെയ്യാൻ തയ്യാറായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിഗൂഢമായി നിൽക്കുന്ന കാര്യങ്ങൾ. അല്ല, അതൊന്നും തന്നെ പരിശോധിക്കപ്പെട്ടിട്ടില്ലല്ലോ. സ്പോൺസർ ആരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി എന്തായിരിക്കണം, അവർക്ക് എത്രത്തോളം ഇതിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അവർക്ക് എത്രത്തോളം പിന്നെ ലാഭം ഇതിനകത്തുണ്ടാകും, നഷ്ടമുണ്ടാകും, നഷ്ടമുണ്ടായാൽ ആ നഷ്ടം ആര് വഹിക്കും, ലാഭമുണ്ടായാൽ ലാഭത്തിൻ്റെ ഷെയർ ആരെടുക്കും, ഷെയർ ആർക്കൊക്കെയാണ്, ഗവൺമെൻറ്റിന് ഷെയർ ഉണ്ടോ, അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാത്രമാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്പോൺസർക്ക് മാത്രമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് തന്നെ ഒരു വ്യക്തത വേണമായിരുന്നു. ആ വ്യക്തത ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കരാറിൻ്റെയും ഈ ഇതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളുടെയും ഗവൺമെൻറ് ഓർഡറുകളിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.